ഡ്രൈവറായ അമ്പായത്തോട് സ്വദേശി നൌഷാദ് ലഹരിക്കടിമയാണ്. ഇന്നലെ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോഴാണ് വാതിൽ ചവിട്ടിപ്പൊളിച്ച് നൌഷാദ് എത്തിയതെന്ന് നെസ്ജ പറയുന്നു. പിന്നെ നേരിട്ടത് ക്രൂരമായ മർദ്ദനം. അപ്പം കത്തിയെടുത്തും കണ്ടിട്ട് കൊടുവാള കത്തിയൊക്കെ എടുത്തും കണ്ട് എൻ്റെ വൈത്താൽ ഓടി. ഞാൻ എൻ്റെ മോളെയും പിടിച്ചോടി. ചെറുതാ അവിടെ ഉള്ളത്. മോളെയും പിടിച്ചോടി. ഉമ്മനെ വിട്ടിയില്ല. അപ്പം ഞാൻ എന്തായാലും അമ്പായത്തോട് അങ്ങാടിയിലെത്തിയ വണ്ടീനെ മുന്നിൽ ചാടാനുള്ള കണ്ടീഷനിലാണ് ഞാൻ ഓടുന്നത്. എൻ്റെ മോളെയും കൊണ്ടാണ് പിടിച്ച് ഓടുന്നത്. അങ്ങനെ അമ്പായത്തോട് നിന്ന് കുറച്ച് ചെക്കന്മാരുണ്ടായിരുന്നു. ഓലാണ് പിന്നെ എനിക്ക് തല കറങ്ങിയിട്ട് നിന്നൂടാ. അങ്ങനെ ഒരു വെള്ളമൊക്കെ വാങ്ങി തന്നു. 12 മണിൻ്റെ അടുത്തെത്തിയേക്ക്. 12 കഴിഞ്ഞേക്ക്. മൂപ്പരെപ്പോഴും പറയണം ഞാൻ കൊല്ലുന്നു. എപ്പോഴും പറയലുണ്ട്. എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നെ അടുത്ത് പറയല്. മകൾക്ക് കടന്നൽ കുത്തേറ്റ് 4 ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞ ശേഷം ഇന്നലെ വീട്ടിൽ തിരിച്ചെത്തിയതായിരുന്നു നെസ്ജ. വിവാഹം കഴിഞ്ഞതു മുതൽ 13 വർഷമായി ഭർത്താവിൽ നിന്ന് മർദ്ദനമേൽക്കുകയാണ്. രക്ഷപ്പെടാനായി ഒരിക്കൽ തല മൊട്ടയടിച്ചുവെന്നും യുവതി പറയുന്നു. എപ്പോഴും മുടിമലാണ് ബലം. മുടി വലിക്കുന്നല്ലോ. അങ്ങനെ ഞാൻ മുടി മൊത്തം മൊട്ടടിച്ച് മുറിച്ചാഞ്ഞിനും. ഇപ്പൊ രണ്ടാമതും ആക്രമണത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓനെ എപ്പോഴും പിടിക്കൂ. മുടിയാണ് മെയിനായിട്ട് പിടിച്ച് വലിക്കുക. ഇപ്പോഴും തന്നെ ഫുള്ള് പെടിയത്തെ മുടിയൊക്കെ വിട്ടു പോന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ അങ്ങനെ പറയണ്ട് പണിക്ക് പോയിട്ടേ ഞാൻ പണിയെടുത്ത് ജീവിച്ചോണ്ട് എൻ്റെ മക്കളെ ഞാൻ പോയിട്ടെന്ന് പറയലുണ്ട്. എന്നോട് പറയണ്ട എൻ്റെ വയ്യിൽ വന്ന് കത്തിയോണ്ട് ഞാൻ എന്നെ കുത്തിക്കൊല്ലുമെന്ന്. അപ്പോൾ എപ്പോഴും മറ്റേതിൽ അടിവാരത്തൊക്കെ സംഭവിച്ചില്ലേ. എന്നോട് അറിയില്ല അപ്പോഴും കത്തിയോണ്ട് കുത്തുന്ന എപ്പോഴും അടുത്ത് പറയല്. സംഭവത്തിൽ താമരശ്ശേരി പോലീസ് കേസെടുത്തു. പ്രതി ഒളിവിലാണെന്നും വൈകാതെ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു. ലഹരി ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ നേരത്തെയും പലതവണ റിപ്പോർട്ട് ചെയ്ത സ്ഥലമാണ് അമ്പായത്തോട്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.